വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മറുപടിയില്ലാതെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. അവസാന ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ലോക്സഭയിലെത്തിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. ഉത്തരാഖണ്ഡിൽ BJPയിൽ നിന്ന് ജാതി വിവേചനം നേരിട്ടുവെന്ന പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ ആരോപണത്തിൽ രാജ്യസഭയും പ്രക്ഷുബ്ധമായി. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച ശേഷമാണ് സഭ പിരിഞ്ഞത്. അതിനിടെ ഉത്തരാഖണ്ഡിൽ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുത്ത വേദിയിൽ BJP ശുദ്ധികലശം നടത്തിയെന്ന ആരോപണം രാജ്യസഭയെ ബഹളത്തിൽ മുക്കി. ഖാർഗെയ്ക്കെതിരായ വിവേചനം അംഗീകരിക്കില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയും രാജ്യസഭാധ്യക്ഷൻ CP രാധാകൃഷ്ണനും പറഞ്ഞു. പ്രതിഷേധത്തിനിടെ ഖനിധാതു വിപുലീകരണ നിയന്ത്രണ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കി. ഇതിനിടെയാണ് ലോക്സഭാ സ്പീക്കർ ഒരുക്കിയ ചായ സൽക്കാരം പ്രതിപക്ഷം ബഹിഷ്കരിച്ചത്. DMK പങ്കെടുത്തു. 19 ദിവസമാണ് സഭ സമ്മേളിച്ചത്. പ്രതിപക്ഷ ബഹളത്തിലും ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വാക്പോരിലും കലുഷിതമായ ലോക്സഭയും രാജ്യസഭയും മിക്ക ദിവസങ്ങളിലും തടസ്സപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പർച്ച് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.